ഇതാണ്ട് ഈ നിൽക്കുന്ന ആളെ കണ്ടോ, ഇതാണ് പ്രകാശേട്ടൻ. പഴയ ബുള്ളറ്റുകൾ ഉപയോഗിക്കുന്ന കേരളത്തിലെ നല്ല പുറത്ത് ഇതര സംസ്ഥാനത്തുള്ള എല്ലാവർക്കും പ്രകാശേട്ടനെ അറിയാം. കാരണം ബാംഗ്ലൂരിൽ നിന്നും പല പല സ്റ്റേറ്റിൽ നിന്നും ഇവിടെ ബുള്ളറ്റ് വരപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. കൊല്ലത്തിൻ്റെ സ്വന്തം പ്രകാശേട്ടനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. ബുള്ളറ്റുകൾ ഒരു വികാരമാണ്. ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിട്ട് പോയ മുത്താണ് റോയൽ എൻഫീൽഡ്. ഈ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഹാൻഡ് ലൈനുകളാണ്. ഈ ലൈനുകൾ മാനുഫാക്ചറിങ് യൂണിറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തേടിയിരുന്നത് ഇതാണ്ട് ഈ കാണുന്ന പ്രകാശേട്ടനെയാണ്. ഇതിൻ്റെ പെർഫെക്ഷനും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ പക്ക പെർഫെക്ഷനാണ്. എൻ്റെ കയ്യിലുള്ള പഴയ ഒരു ബുള്ളറ്റിൻ്റെ ടാങ്ക് ഒന്ന് റീസ്റ്റോർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വരയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. പ്രിയപ്പെട്ടവർ, സുഹൈലാണ് നിൽക്കുന്നത്, കൊല്ലത്താണ്. കൊല്ലത്തെ സൂചിക്കാരൻ മുക്കിൽ പ്രകാശേട്ടൻ്റെ അടുത്ത്. ഓക്കെ, അതിപ്പോൾ ഈ പുതിയ വണ്ടിക്കൊന്നും വരപ്പില്ലല്ലോ അല്ലേ? മറ്റേ ഇതല്ലേ വണ്ടിക്കുണ്ട് ഉണ്ട്. ഇത് എവിടുന്നൊക്കെ ആൾ വരാറുണ്ട്? കർണാടകയിൽ നിന്ന് വരെ വന്നിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് വരെ ഇവിടെ ഇത് വരയ്ക്കാൻ ആണല്ലേ? കർണാടകയിൽ നിന്ന് വരെ ഇവിടെ ഈ സാധനം ചെയ്യാൻ വേണ്ടിട്ട്, വരയ്ക്കാൻ വേണ്ടിട്ട്. പാലക്കാട്, ഓ, കോഴിക്കോട് വരുന്നുണ്ട്. ഇപ്പോഴും ഈ ബുള്ളറ്റിന്റെ ചെന്നൈയിൽ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? കൈകൊണ്ട് തന്നെ വരയ്ക്കുന്നത്. ഏറ്റവും ദൂരം വന്നത് കർണാടകയിൽ നിന്ന് വന്നല്ലേ? ഒരു പിന്നെ ബാംഗ്ലൂരിൽ നിന്ന്, അതായത് നമ്മളെ ഇത് കണ്ടിട്ട് തന്നെ വിളിച്ച് ചോദിച്ചു. ഓ ശരി ശരി. ഇതിന് മാത്രമല്ല, കൂട്ടത്തിൽ ഒരു ചെറിയ ടൂറുമായിട്ട് അല്ല, ഇത് ഇപ്പം ചുരുക്കി പറഞ്ഞാൽ മലപ്പുറത്ത് നിന്നൊക്കെ വരുന്നുണ്ട്, കോഴിക്കോട് വരുന്നുണ്ടല്ലേ? കോഴിക്കോട്, മലപ്പുറം. ഓക്കെ. ഇത് മാത്രമല്ല, എവിടെ കൊല്ലം ജില്ലയിൽ എവിടെ ചോദിച്ചാലും ഒരു പക്ഷേ ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. മാത്രമേ ഉള്ളൂ കൊല്ലം ജില്ല. അല്ല, ഞാൻ ഒരുപാട് അന്വേഷിച്ചു. ഇതിലുള്ളതിൽ 1-2 പേര് മാത്രമേ ഉള്ളൂ കേരളത്തിൽ. അത് കൂടുതലും ചേട്ടനാണ് കൂടുതലും ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ. ഇതിന് മുമ്പ് എങ്ങനെ ഇതിനകത്തോട്ട് വന്ന എങ്ങനെ ഒരു പഠിക്കാനായിട്ട് നമ്മൾ ആശാനുണ്ടായിരുന്നു. പിന്നെ 10-15 കൊല്ലം ഇങ്ങനെ കൂടെ നിന്ന് പുള്ളി മരിച്ചതിന് ശേഷം കുറച്ചാളില്ലായിരുന്നു എന്തെങ്കിലും ശാരീരിക പ്രശ്നം? കുറച്ചാള് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഒരു മാസം ഫുള്ളായിട്ട് എടുത്തിട്ട് ഒരു മാസം വന്നും പോയി ഇപ്പോഴും അത് ഇതായിട്ടില്ല. ഓക്കെ. ഈ വണ്ടി കൊണ്ടുവരുവാണെങ്കിൽ അഴിച്ചു കൊണ്ടുവരണം അല്ലേ ടാങ്ക്? എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഓപ്പറേഷൻ ആയതിന്റെ വരില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി തന്നെ ചെയ്ത് കൊടുക്കും. ഓ, അല്ല, കൂടുതൽ ചെയ്യാൻ എനിക്ക് സൗകര്യം ഇങ്ങനെ വെച്ചാൽ നമുക്ക് സൗകര്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ലൈൻ വേറെ വരും. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, സീറ്റ് ഇരിക്കുന്നതിന്റെ പേര് ഇത്ര വെച്ച് വരത്തുള്ളൂ. നമുക്ക് ഫുള്ളായിട്ട് വരച്ചു വിടാൻ പറ്റും. ഓക്കെ. അപ്പോൾ വണ്ടി കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾ ടാങ്കുകളെ കൊണ്ടുവന്നാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം ഇതിൻ്റെ ലൈൻ കറക്റ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. വണ്ടി നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ പെർഫെക്ഷൻ ഇങ്ങനെ ചെയ്യുന്നതാണ് അടിപൊളി. വണ്ടിക്കകത്ത് പിറ്റേ ദിവസം ഇളക്കിക്കൊണ്ടു വന്നേ.